ഹായ്, വെൽക്കം ടു ക്യാമ്പസേഴ്സ്. +2 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് ഏത് സ്ട്രീമും ആവട്ടെ, നല്ലൊരു കരിയർ ഓപ്ഷൻ എങ്ങനെ ചൂസ് ചെയ്യുന്നവർക്ക് കൺഫ്യൂഷനിലാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾക്ക് പറ്റിയൊരു ബെസ്റ്റ് കോഴ്സാണ് BBA ഏവിയേഷൻ. BBA ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റ്, ബിസിനസ്, കൊമേഴ്സ് തുടങ്ങിയ മേഖലയിലേക്കുള്ള ഒരു എൻട്രി ലെവൽ കോഴ്സാണ് BBA. പണ്ടൊക്കെ എല്ലാവരും ഈ BBA കോഴ്സ് മാത്രമായിരുന്നു പഠിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ BBA കോഴ്സ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ കമ്പനികളും സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റാഫ്സിനെയാണ് ഹയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും സ്പെസിഫിക് ഫീൽഡിൽ സ്കിൽ സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിപ്പോൾ നല്ല കമ്പനികളിൽ ജോലി ലഭിക്കുകയുള്ളൂ. ഈ വീഡിയോയിൽ നമ്മൾ BBA ഏവിയേഷൻ്റെ ജോബ് റോൾസ്, ബേസിക് സിലബസ്, സ്കോപ്പ് തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങളുടെ ക്യാരക്ടറിനും അതുപോലെ എക്സ്പെക്ടേഷനും ഒക്കെ മാച്ച് ആണ് ഈ ജോബെങ്കിൽ മാത്രമേ ഈ കോഴ്സ് എടുത്ത് പഠിക്കാൻ പറ്റുള്ളൂ. അതിനു മുൻപായി നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യും. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഏവിയേഷൻ മാനേജ്മെന്റിന്റെ സിലബസിലോട്ട് കടക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രഡക്ഷൻ ടു എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് ആണ്. ഏവിയേഷൻ മാനേജ്മെന്റിന്റെ എല്ലാ ബേസിക്കും ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. ഏവിയേഷൻ കരിയർ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ എയർലൈൻ കോഡുകളെ കുറിച്ചും അതുപോലെ തന്നെ എയർപോർട്ട് കോഡുകളെ കുറിച്ചും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ എയർ ട്രാഫിക് കൺസെപ്റ്റിനെ കുറിച്ചും ടൈം കാൽക്കുലേഷനെ കുറിച്ചും അറിഞ്ഞിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതായത് പല കോണ്ടിനെന്റിലെ രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പോർട്ടിനെയാണ് എയർപോർട്ട് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത ടൈം ആയിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളിലെ എല്ലാം തന്നെ ടൈം കാൽക്കുലേഷനെ കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അടുത്ത ടോപ്പിക്കാണ് ചെക്കിങ്സ്. പാസഞ്ചേഴ്സ് വെരിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് ചെക്കിങ്സിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. നെക്സ്റ്റ് പാസഞ്ചർ സപ്പോർട്ട് ആണ്. എയർപോർട്ടിൽ പല ഘട്ടങ്ങളിലായിട്ട് പാസഞ്ചേഴ്സിന് അസിസ്റ്റൻസ് ആവശ്യമായി വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പാസഞ്ചേഴ്സിന് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ ടോപ്പിക്. അതുപോലെ തന്നെ എയർപോർട്ടിന്റെ അകത്തെ ഫുഡ് റിലേറ്റഡ് കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അടുത്ത സെക്ഷനാണ് ട്രാൻസിറ്റ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ നമ്മൾ ഈ കണക്ഷൻ ഫ്ലൈറ്റ്സ് ഒക്കെ എടുക്കാറില്ലേ? അതായത് ഫോർ ആൻ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കൊച്ചി ടു ദുബായ് പോകണമെന്നിരിക്കട്ടെ. ഇപ്പോൾ ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടാത്ത സാഹചര്യത്തിൽ നമ്മൾ കൊച്ചിയിൽ നിന്ന് മുംബൈ വരെ പോയിട്ട് മുംബൈയിൽ നിന്ന് മറ്റൊരു ഫ്ലൈറ്റിലായിരിക്കും ദുബായിൽ പോകുന്നത്. ഈ സാഹചര്യത്തിൽ മുംബൈ എയർപോർട്ടിൽ ഇറങ്ങിയിരിക്കുന്ന പാസഞ്ചേഴ്സിൻ്റെ അറൈവൽ, സെക്യൂരിറ്റി, എമിഗ്രേഷൻ, പിന്നീടുള്ള ബോർഡിംഗ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഇതിനിടയിൽ പാസഞ്ചേഴ്സിന് വെയിറ്റ് ചെയ്യാനായിട്ട് ട്രാൻസിറ്റ് ലോഞ്ച് ഉണ്ടായിരിക്കും. ഈ ലോഞ്ചിൽ പാസഞ്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള സീറ്റിംഗ്, റെസ്റ്റ് റൂം, റെസ്റ്റോറൻറ്റ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ലോഞ്ചിലുള്ള പാസഞ്ചേഴ്സിന് അവരുടെ നെക്സ്റ്റ് ഫ്ലൈറ്റിൻ്റെ ടൈം സ്ക്രീൻ നോട്ടിഫിക്കേഷനായി കൊടുക്കേണ്ടതുമുണ്ട്. ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് എയർപോർട്ട് സ്റ്റാഫ്സിൻ്റെ ഡ്യൂട്ടിയാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ട്രാൻസിറ്റ് ടോപ്പിക്കിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ബാഗേജ് ഹാൻഡ്ലിംഗ്. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ബാഗേജ് കണക്ഷൻ ടൈം, ബാഗേജ് ടാക്സ്, ബാഗേജ് റൂൾസ്, അതുപോലെ തന്നെ ബാഗേജ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ അത് എങ്ങനെ അഡ്രസ്സ് ചെയ്യാം, അതുപോലെ ബാഗേജ് ലോസ്റ്റ് ആവുകയോ ഡാമേജ് ആകുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൽ പാലിക്കേണ്ട പ്രോട്ടോകോൾസ് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ ടോപ്പിക്. അടുത്തതാണ് ബോർഡിംഗ് പാസ് പോലെയുള്ള കാര്യങ്ങൾ തുടങ്ങി ഫ്രീക്വന്റ് ഫ്ലയേഴ്സിന് കൊടുക്കുന്ന പ്രയോറിറ്റിയുടെ കാര്യങ്ങളും അതുപോലെ തന്നെ ബിസിനസ് ക്ലാസ് ഫ്ലയേഴ്സിന് കൊടുക്കുന്ന കൺസിഡറേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ടതാണ് ബോർഡിംഗ്. അടുത്തതാണ് ലോഞ്ച് സർവീസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തിരിക്കുന്ന പാസഞ്ചേഴ്സിന് റെസ്റ്റ് ചെയ്യാനും റീഫ്രഷ് ചെയ്യാനൊക്കെയുള്ള സ്ഥലമാണ് ലോഞ്ച്. ഈ ലോഞ്ചിൽ പല ടൈപ്പ് ഓഫ് ജോബ് റോൾസും വരുന്നുണ്ട്. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് റാമ്പ്. ഒരു എയർക്രാഫ്റ്റ് വന്നിറങ്ങിയാൽ അതിൻ്റെ ടൈമിംഗ്, അതുപോലെ ബാഗേജ് എയർപോർട്ടിൽ എത്തിക്കുക തുടങ്ങി എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് ഈ റാമ്പിലെ സ്റ്റാഫ്സ് ആണ്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് സേഫ്റ്റി. പാസഞ്ചേഴ്സിൻ്റെ സേഫ്റ്റി മാത്രമല്ല കേട്ടോ, സ്റ്റാഫ്സിൻ്റെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിനെ കുറിച്ചും അതിൻ്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിനെ കുറിച്ചും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഞാൻ ഈ മുൻപേ പറഞ്ഞ എല്ലാ സെക്ഷൻസും ഹാൻഡിൽ ചെയ്യുന്നത് എയർപോർട്ടിലെ ഗ്രൗണ്ട് സ്റ്റാഫ്സ് ആണ്. എന്നാൽ ഏവിയേഷൻ കോഴ്സ് പഠിക്കാൻ വരുന്ന മേജർ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ മനസ്സിലുള്ളൊരു വലിയൊരു ഡ്രീമാണ് ക്യാബിൻ ക്രൂ.
ഏവിയേഷൻ സെക്ടറിലെ ജോബ് റോൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു ജോബ് റോളാണ് ഫ്ലൈറ്റ് അറ്റൻഡൻസ് ഓർ ക്യാബിൻ ക്രൂ. പൈലറ്റ് ഓർ കോ പൈലറ്റ് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കോക്പിറ്റിന്റെ പുറത്ത് നടപ്പിലാക്കുന്നത് ക്യാബിൻ ക്രൂസ് ആണ്. അതുപോലെ തന്നെ പാസഞ്ചേഴ്സിന്റെ സേഫ്റ്റി, കംഫർട്ട് എല്ലാം തന്നെ ക്യാബിൻ ക്രൂസിന്റെ ഡ്യൂട്ടിയാണ്. ഏവിയേഷൻ ജോബ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ്. നമ്മൾ എന്നും പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നു, പുതിയ പുതിയ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഇത് വളരെ ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ്. അതായത് ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു ജോബ് റോൾ എന്ന് പറയുന്നത് പാസഞ്ചേഴ്സിനെ റിസീവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ഫ്ലൈറ്റ് റിസീവ് ചെയ്യാനായിരിക്കും. ഇങ്ങനെ നമുക്ക് മടുപ്പ് വരാത്ത രീതിയിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഇതുവരെ നമ്മളൊരു ക്ലറിക്കൽ ജോബിനാണ് പോകുന്നതെങ്കിലോ സെയിം ഡെസ്ക്, സെയിം മോണിറ്റർ, നമ്മൾ എന്നും ഒരേ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ലൈഫിൽ ഒരു മാറ്റവും ഇല്ല, ആർക്കായാലും മടുപ്പ് വരില്ലേ? അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് ആക്റ്റീവായിട്ടുള്ള കുട്ടികൾക്ക് എല്ലാം കൊണ്ടും അനുയോജ്യമായുള്ള ഒരു കോഴ്സാണ് ഏവിയേഷൻ. ഈ കോഴ്സ് നമ്മൾ BBAയുടെ കൂടെ പഠിക്കുമ്പോൾ പിന്നീടുള്ള പ്രമോഷൻ പോലുള്ള കാര്യത്തിന് നമുക്ക് ബെനിഫിറ്റ് ആയിരിക്കും. ഏവിയേഷൻ പഠിക്കാതെ തന്നെ ബേസിക് ഡിഗ്രി വെച്ചിട്ട് നിങ്ങൾക്ക് ഗ്രൗണ്ട് സ്റ്റാഫ് സെക്ഷനിലുള്ള പല ജോലികളും ചെയ്യാൻ പറ്റും. എന്നാൽ ക്യാബിൻ ക്രൂ പോലെയുള്ള ഡെഡിക്കേറ്റഡ് ജോബ്സ് കിട്ടാൻ വേണ്ടി ഏവിയേഷൻ പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഈ ജോലി ചെയ്യാൻ നമുക്ക് സിലബസ് എക്സ്പീരിയൻസ് മാത്രം പോരാ, ഒരുപാട് പേഴ്സണാലിറ്റി ട്രെയിനിങ്ങും ആവശ്യമായിട്ടുണ്ട്. ഒരുപാട് പേരുടെ കൂടെ പരസ്പരം സഹകരിച്ച് ചെയ്യേണ്ട ഒരു വർക്ക് ആയതുകൊണ്ട് തന്നെ ടീം വർക്ക് ട്രെയിനിങ് അത്യാവശ്യമാണ്. പാസഞ്ചേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനും അതുപോലെ അവർക്ക് സാറ്റിസ്ഫാക്ടറി എക്സ്പീരിയൻസ് കിട്ടാനും വേണ്ടിയിട്ട് ക്യാബിൻ ക്രൂ ആണെങ്കിലും ഗ്രൗണ്ട് സ്റ്റാഫ്സ് ആണെങ്കിലും അവരോട് നല്ല രീതിയിൽ പെരുമാറേണ്ടതായിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ട് പീപ്പിൾ സ്കിൽ ട്രെയിനിങ്ങും ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ പാസഞ്ചേഴ്സ് തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാവുകയോ ചെയ്താൽ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യേണ്ടത് ക്യാബിൻ ക്രൂസ് ആണ്. അതുകൊണ്ട് തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി അത്യാവശ്യമാണ്. അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾ BBA ഏവിയേഷൻ പഠിക്കാനായിട്ട് ഒരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ സിലബസ് ട്രെയിനിങ് മാത്രം പോരാ, ഇതുപോലെയുള്ള സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് ഒക്കെ തരുന്ന ഒരു കോളേജ് വേണം ഈ കോഴ്സ് പഠിക്കാനായിട്ട് നിർബന്ധമായും ചൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ ഇന്റർവ്യൂ ട്രെയിനിങ്സ്, മോക്ക് ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെയുള്ള പ്ലേസ്മെന്റ് ട്രെയിനിങ്സും വാലിഡ് സർട്ടിഫിക്കേഷനുമുള്ള കോളേജ് ആണോ എന്ന് കൂടി ഉറപ്പുവരുത്തുക. ഈ കോഴ്സ് പഠിക്കാൻ പറ്റിയ ബെസ്റ്റ് കോളേജുകളെ കുറിച്ചും കോഴ്സിനെ കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.